ഹലോ, ഇന്നിതാ ഒരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, നമുക്ക് കുടിക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇഫ്താറിനാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് 2 മുസമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് പകരമായിട്ട് ഓറഞ്ചും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്ലാസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഓറഞ്ച് എടുക്കാം. ഇതിപ്പോൾ ഇതാ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത ഓറഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 2-3 ഇല പുതിനയില ചേർക്കുന്നുണ്ട്. പുതിനയില അധികം ആവണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓറഞ്ചൊക്കെ മധുരമുള്ള മുസമ്പിയോ ഓറഞ്ചൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അത് ഈ സമയത്ത് തന്നെ ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഈ മുസമ്പി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്, കാരണം ഇത് നല്ല കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അധികം കട്ടിയില്ല, അധികം ലൂസും അല്ല എന്നുള്ളൊരു പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതിലും കട്ടി കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് നറുനീണ്ടി സിറപ്പാണ് കേട്ടോ. നന്നാരി സിറപ്പ് എന്നൊക്കെ പറയില്ല, അതാണ്. അതൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം, അതല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ആ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സമയത്ത് തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അടിച്ചെടുത്ത ഉടനെ തന്നെ കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അടിച്ചെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്, ഓറഞ്ച് ആയതുകൊണ്ട്. അപ്പോൾ അതാ നമുക്ക് തണുപ്പോട് കൂടിയിട്ട് തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊരു പുതിനയിൽ വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണിത്. അപ്പോൾ ഇഫ്താറിനൊക്കെ പറ്റിയൊരു ഡ്രിങ്കാണിത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്